നമസ്കാരം. ഇന്ന് നമ്മളൊരു കഥയിലൂടെ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ലോകം ഭരിക്കുന്നത്? അധികാരത്തെക്കുറിച്ചുള്ള ഒരു പഴയ കെട്ടുകഥയാണ്, പക്ഷേ അത് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ? അപ്പോ ഇതാണ് ആ ചോദ്യം. യഥാർത്ഥത്തിൽ ആരാണ് ഭരിക്കുന്നത്? ഇത് വെറും ആ കാട്ടിലെ മാത്രമൊരു ചോദ്യമല്ല അല്ലേ? നമ്മുടെയൊക്കെ സമൂഹത്തിൽ എപ്പോഴും പ്രസക്തമായ ഒന്നാണത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമാണോ ഈ അധികാരത്തിന്റെ കളികൾ? ഈ കഥയിലൂടെ നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വലിയ കാട്ടിലാണ്. അതിവിശാലമായ ഒരു വനം. അവിടെ മൃഗങ്ങൾക്കിടയിൽ വലിയൊരു തർക്കം നടക്കുകയാണ്. എന്താന്നല്ലേ? ആരാണ് ഈ കാടിന്റെ യഥാർത്ഥ രാജാവ്, യഥാർത്ഥ അധിപൻ? അതായിരുന്നു അവിടുത്തെ പ്രധാന വിഷയം. അപ്പോ ആ വലിയ കാട്ടിലൊരു തർക്കം തുടങ്ങി. ആരാണ് യഥാർത്ഥ ഭരണാധികാരി? ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ. ഈയൊരു തർക്കമാണ് നമ്മുടെ കഥയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. അപ്പോ ഈ അധികാരത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ പ്രധാനമായും ആരൊക്കെയാണ് രംഗത്തുണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. മൂന്നേ പ്രധാന മത്സരാർത്ഥികളാണ് ഈ അധികാര മത്സരത്തിന് മുന്നോട്ടു വന്നത്. ഓരോരുത്തർക്കും നല്ല ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു തങ്ങളാണ് ഈ കാട് ഭരിക്കാൻ ഏറ്റവും യോഗ്യരെന്ന്. ശരി, നമുക്ക് അവരെ ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോ ആദ്യം തന്നെ നമ്മുടെ സിംഹം. സിംഹത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഗർജനമാണ് ഇവിടുത്തെ നിയമം. അതായത് നിയമങ്ങൾ ഉണ്ടാക്കാനും അതെല്ലാവരെക്കൊണ്ടും അനുസരിപ്പിക്കാനും കഴിവുള്ള ആളാണ് യഥാർത്ഥ ഭരണാധികാരി. അവന്റെ ഗർജനം കേട്ടാൽ എല്ലാവരും അനുസരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ സർക്കാരുകളെ ഓർമ്മ വരുന്നില്ലേ? ആ ഒരു അധികാരമാണ് സിംഹം പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ ആനയ്ക്കിതത്ര പിടിച്ചില്ല. ആന പറഞ്ഞു, നിയമം മാത്രം പോരല്ലോ, സംരക്ഷിക്കാൻ കരുത്തും വേണ്ടേ? തന്റെ ഈ വലിയ ശരീരവും ശക്തിയുമാണ് ഈ കാടിന് യഥാർത്ഥ സംരക്ഷണം നൽകുന്നത് എന്നായിരുന്നു ആനയുടെ വാദം. അതായത് മിലിറ്ററി പവർ, സൈനിക ശക്തി, അതാണ് ആന. ഇവരുടെയൊക്കെ വാദങ്ങൾ കേട്ട് ഒരു മൂലയിലിരുന്ന് കുറുക്കനൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓഹോ, നിങ്ങളുടെ നിയമവും ശക്തിയുമൊക്കെ കൊള്ളാം. പക്ഷെ യഥാർത്ഥ അധികാരം അതൊന്നുമല്ല. അത് വിവരങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. ആരാണ് എവിടെ പോകണം, എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്റെ ബുദ്ധിയും തന്ത്രങ്ങളുമാണ്. ശരിയല്ലേ? ഇന്നത്തെ ലോകത്ത് മീഡിയ, ടെക്നോളജി, അതിന്റെയൊക്കെ ഒരു പവർ ഓർത്തു നോക്കൂ. അതുതന്നെയാണ് കുറുക്കനിവിടെ പറയുന്നത്. അങ്ങനെ സിംഹം, ആന, കുറുക്കൻ ഇവർ മൂന്നുപേരും അവരവരുടെ അധികാരത്തിൽ അഹങ്കരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ഇവരുടെ ഒക്കെ ശക്തിയെ ഒന്നുമല്ലാതാക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ആ കാട്ടിലേക്ക് വരികയാണ്. അതുവരെ എല്ലാരും വിചാരിച്ചതെന്താ? ഇവരുടെ ഭരണം അത് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നായിരുന്നു. നിയമമുണ്ട്, സൈനിക ശക്തിയുണ്ട്, വിവരങ്ങൾ നിയന്ത്രിക്കാൻ ആളുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്നാൽ പിന്നെ എന്തിനെ പേടിക്കണം, അല്ലേ? പക്ഷേ പ്രകൃതിക്ക് അതിൻ്റേതായ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന അധികാരങ്ങളൊക്കെ എത്ര ചെറുതാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു സംഭവം നടന്നു. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദുരന്തം ആ കാടിനെ തേടിയെത്തി. എന്തായിരുന്നു ആ ദുരന്തമെന്നല്ലേ? അതിരൂക്ഷമായ ഒരു വരൾച്ച കാടിനെ ശരിക്കും പിടിച്ചുകുലുക്കി. പുഴകളെല്ലാം വറ്റി വരണ്ടു, മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കഴിക്കാൻ ഒന്നുമില്ല. മൃഗങ്ങളെല്ലാം ശരിക്കും ഒരു വലിയ അപകടത്തിലായി. അപ്പോ നമ്മുടെ അധികാരശക്തികളോ? സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിസന്ധിക്ക് മുന്നിൽ ഇവർ മൂന്നുപേരും പൂർണ്ണമായും നിസ്സഹായരായിപ്പോയി. സിംഹത്തിന്റെ നിയമം കൊണ്ട് ആരുടെയും ദാഹം മാറിയില്ല. ആനയുടെ ശക്തിക്ക് ഒരു മരത്തെപ്പോലും തളിർപ്പിക്കാൻ പറ്റിയില്ല. കുറുക്കന്റെ തന്ത്രങ്ങളോ? അതെല്ലാം വെറുതെയായി. എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അതുവരെ ആരും ശ്രദ്ധിക്കാത്തൊരിടത്തുനിന്ന് ഒരു ശബ്ദമുയർന്നത്. കഥയുടെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞ ശബ്ദം. അത് കാടിന്റെ അങ്ങേയറ്റത്തുള്ള കടലിന്റേതായിരുന്നു. ആ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആ കാട്ടിൽ മുഴുവൻ മുഴങ്ങി. ഞാൻ തരുന്ന മഴയില്ലെങ്കിൽ നിങ്ങളുടെ ഈ സാമ്രാജ്യം വെറുമൊരു മണലാരണ്യമാണ്. ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു അതുവരെ അവര് അഹങ്കരിച്ചിരുന്ന ആ അധികാരമെല്ലാം ഒന്നുമല്ലാതായി മാറാൻ. അപ്പോഴാണ്, ആ നിമിഷത്തിലാണ് കാട്ടിലെ എല്ലാ ജീവികൾക്കും ആ വലിയ സത്യം മനസ്സിലായത്. അപ്പോ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതൊരു വെറും കെട്ടുകഥയായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, ഇത് നമ്മുടെയെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇതാണ് ആ അടിസ്ഥാന സത്യം. അതായത് സർക്കാർ, സൈന്യം, ടെക്നോളജി, ഇങ്ങനെ നമ്മൾ മനുഷ്യർ കെട്ടിപ്പൊക്കിയ ഈ വലിയ അധികാര സിസ്റ്റങ്ങളെല്ലാം, ഇതെല്ലാം നിൽക്കുന്നത്
പ്രകൃതി എന്നു പറയുന്ന ഒരൊറ്റ അടിത്തറയുടെ മുകളിലാണ്. നോക്കൂ, ഈ കാണുന്ന പട്ടിക ആ കഥയുടെ ഒരു സംഗ്രഹമാണ്. സിംഹം, അതായത് ഭരണം; ആന, അതായത് ശക്തി; കുറുക്കൻ, അതായത് ടെക്നോളജി. ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? വിഭവങ്ങളെ, അല്ലേ? പക്ഷേ ഈ വിഭവങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? അതാണ് കടൽ പ്രതിനിധീകരിക്കുന്ന പ്രകൃതി. അതാണ് എല്ലാറ്റിന്റെയും ഫൗണ്ടേഷൻ, അടിസ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആ അടിസ്ഥാനം, അതായത് പ്രകൃതി, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിനു മുകളിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ ഈ വലിയ സാമ്രാജ്യങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. അപ്പോ ഈ കഥ അവസാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ ആധുനിക ലോകം, നമ്മുടെ ടെക്നോളജി, നമ്മുടെ സമ്പദ്വ്യവസ്ഥ, ഇതെല്ലാം ഏത് അടിത്തറയിലാണ് നമ്മൾ പണിതുയർത്തിയിരിക്കുന്നത്? ആ അടിത്തറ അത് എത്രത്തോളം ഭദ്രമാണ്? ഇതൊന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്.